കൽക്കട്ട കഥ പറയുമ്പോൾ. കഥ എഴുതിയത് P.T. പൗലോസ്. ഡോക്ടർ പ്രദീപ് രാജ് മോഹൻ ന്യൂയോർക്ക് ഇന്ത്യൻ കോൺസുലേറ്റിലെ ഡെപ്യൂട്ടി കോൺസൽ ജനറൽ, ന്യൂയോർക്കിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി മൻഹാറ്റനിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ സംഘടിപ്പിച്ച ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ വേദിയിൽ വച്ചാണ് ഞാൻ ഡോക്ടർ പ്രദീപ് രാജിനെ പരിചയപ്പെടുന്നത്. മലയാളിയാണെന്ന് അറിയാമായിരുന്നെങ്കിലും കൂടുതൽ അടുക്കാൻ സൗകര്യം കിട്ടിയത് 2 മാസത്തിനു ശേഷമുള്ള ഒരു ന്യൂയോർക്ക് ഡൽഹി എയർ ഇന്ത്യ ഫ്ലൈറ്റിലെ ബിസിനസ് ക്ലാസ്സിൽ സഹയാത്രികനായി അവിചാരിതമായി കണ്ടപ്പോഴാണ്. സംസാരത്തിനിടയിൽ വ്യക്തിപരമായ വിഷയങ്ങളും കടന്നു വന്നു. കേരളത്തിൽ എവിടെയാണ് വീട് എന്ന് ചോദിച്ചപ്പോൾ പ്രദീപ് രാജ് പറഞ്ഞു, ഞാൻ ജനിച്ചതും വളർന്നതും കൊൽക്കത്തയിലാണ്. മലയാളം ഭംഗിയായി സംസാരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ സഹോദരങ്ങൾ 3 പേരാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അമ്മ ഞങ്ങളെ മലയാളം എഴുതാനും വായിക്കുവാനും വീട്ടിലിരുത്തി പഠിപ്പിച്ചു. സഹോദരങ്ങൾ? ജ്യേഷ്ഠൻ ലഫ്റ്റനന്റ് കേണൽ പ്രകാശ് രാജ് മോഹൻ. അവൻ കുടുംബവുമായി ഡൽഹിയിലാണ്. അവരെയും കൂട്ടി ഞാൻ നാളെ തന്നെ കൊൽക്കത്തയ്ക്ക് പോകും. അമ്മയുടെ സപ്തതി ആഘോഷമാണ് അടുത്ത ഞായറാഴ്ച. അതിൻ്റെ ഒരുക്കത്തിനായി എൻ്റെ ഭാര്യയും മോനും കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്നും കൊൽക്കത്തയിലേക്ക് പോയി. അനുജത്തി ശ്രീപ്രിയ ജസ്വാൾ, അവളും ഭർത്താവും ആഘോഷത്തലേന്ന് തന്നെ ലുധിയാനയിൽ നിന്നും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കൾ എല്ലാവരും സപ്തതിക്ക് എത്തുന്നത് അമ്മയ്ക്ക് സന്തോഷമായിരിക്കുമല്ലോ. അതെ, അമ്മയാണ് ഞങ്ങളുടെ വളർച്ചയിൽ താങ്ങായി നിന്നത്. അപ്പോൾ അച്ഛൻ? അമ്മ കഴിഞ്ഞേ ഞങ്ങൾക്ക് അച്ഛനുള്ളൂ. അച്ഛൻ എപ്പോഴും ജോലിയിൽ തിരക്കായിരുന്നു. എന്തൊക്കെയായാലും ഞങ്ങൾ അവധിക്കെത്തുമ്പോൾ അച്ഛനും അമ്മയും ഒരുമിച്ചുണ്ടാകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അച്ഛന് എവിടെയായിരുന്നു ജോലി? കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിൽ നിന്നും 45 വർഷത്തെ സേവനത്തിന് ശേഷം എഞ്ചിനീയറിംഗ് എക്യുപ്മെൻറ്റ് സീനിയർ ഡിസൈൻ മാനേജറായി റിട്ടയർ ചെയ്തു. ഇപ്പോൾ കൊൽക്കത്തയിലെ വീട്ടിൽ പൂർണ്ണ വിശ്രമം. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന് കേട്ടപ്പോൾ ഞാൻ കൂടുതൽ താല്പര്യത്തോടെ ചോദിച്ചു, അച്ഛൻ്റെ പേര്? മോഹൻ. മുല്ലപ്പള്ളിക്കാരൻ ഒരു KR മോഹൻ? അതെ. അച്ഛനെ അങ്കിൾ അറിയുമോ? പ്രദീപ് രാജ് തൻ്റെ ഫോണിൽ അച്ഛനും അമ്മയും മക്കളും നിൽക്കുന്ന കുടുംബ ഫോട്ടോ കാണിച്ചു തന്നു. കാലം വരുത്തിയ രൂപമാറ്റം ഒഴിച്ചാൽ അതേ മോഹൻ തന്നെ. എനിക്ക് അച്ഛനെ അറിയാം. ഞങ്ങൾ കൽക്കട്ടയിൽ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഞങ്ങളുടെ സംഭാഷണം തൽക്കാലം അവസാനിപ്പിച്ചു. മോഹൻ, കുടുംബം, മക്കൾ, എവിടെയോ മുറിഞ്ഞു കിടക്കുന്ന കണ്ണികൾ. എൻ്റെ ചിന്തകൾ പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയി. ക്ലാവ് പിടിച്ച ഓർമ്മകളെ തേച്ചു മിനുക്കാൻ ഒരു ശ്രമം നടത്തി. അപ്പോൾ ഞങ്ങളുടെ വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മുകളിലൂടെ പറക്കുകയായിരുന്നു. 26 റാഷ് ബിഹാരി അവന്യൂ, കൽക്കട്ടയിലെ ഗോപാലൻ്റെ മെസ്സ്. 1ാം നിലയിലെ 2ാമത്തെ മുറിയിലായിരുന്നു ഞാനും മോഹനും ഗോപിയും. ഗോപിക്ക് ജോലിയില്ല, നാട്ടിൽ നിന്ന് എത്തിയതേയുള്ളൂ. മോഹൻ പ്രായത്തിൽ ഞങ്ങളെക്കാൾ സീനിയറാണ്. ഭാര്യയെ 2ാമത്തെ പ്രസവത്തിന് നാട്ടിൽ അയച്ചിട്ട് മെസ്സിൽ ഞങ്ങൾ ബാച്ചിലേഴ്സിനൊപ്പം കൂടിയതാണ്. മെസ്സ് നടത്തുന്നത് ഗോപാലൻ. തൃശ്ശൂരിലെ അയ്യന്തോളിൽ നിന്നും മലയാളം 2ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഗോപാലൻ ദക്ഷിണ കൽക്കട്ടയിലെ ശാന്തിഭവൻ ഹോട്ടലിൽ അരിവെപ്പുകാരനായി എത്തിയതാണ്. മെസ്സ് നടത്തിപ്പിൻ്റെ ബാലപാഠം ശാന്തിഭവനിൽ നിന്നും പഠിച്ച് റാഷ് ബിഹാരി അവന്യൂവിൽ സ്വന്തമായി മെസ്സ് തുടങ്ങി. അതാണ് ഗോപാലൻ്റെ മെസ്സ്. ജോലിയുള്ളവരും ഇല്ലാത്തവരുമായി 40ഓളം മലയാളികൾ അന്ന് അവിടെ താമസിച്ചിരുന്നു. 2 നേരം ഭക്ഷണവും താമസവും ഉൾപ്പെടെ ഒരാൾക്ക് മാസം 110 രൂപ. അത് പലരും സമയത്തിന് കൊടുക്കില്ല. അങ്ങനെ കുടിശ്ശിക വരുത്തുന്നവരുടെ ലിസ്റ്റിലെ ആദ്യ പേരുകളിൽ എല്ലാ മാസവും ഞാനും മോഹനും ഗോപിയും ഉണ്ടാകും. ഗോപിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാം. എന്നോടും മുഖം കറുപ്പിച്ച് ഗോപാലൻ പണം ചോദിക്കാറില്ല. കാരണം ഗോപാലൻ്റെ ഭാര്യ 10ാം ക്ലാസ്സുകാരി ശാരദ ചേച്ചിയുടെ പ്രണയം തുടിക്കുന്ന കത്തുകൾ രാത്രിയുടെ നിശബ്ദയാമങ്ങളിൽ വായിച്ചു കേൾപ്പിക്കുന്നതും അയാളുടെ കടിച്ചാൽ പൊട്ടാത്ത തൃശൂർ നാടൻ വാക്കുകളെ വിരഹ നൊമ്പരങ്ങളുടെ വികാര കണികകളാക്കി ശൃംഗാരം തുളുമ്പുന്ന പൈങ്കിളി സാഹിത്യത്തിൽ മറുപടി കത്തുകളിൽ എഴുതി ഒപ്പിച്ചു കൊടുക്കുന്നതും ഞാനായിരുന്നു.
അത് എനിക്കും ഗോപാലനും ഇടയിലുള്ള പരമരഹസ്യം. എന്നാൽ മോഹന് ഗാർഡൻ റീച്ചിൽ നല്ല ജോലിയുണ്ട്. സമയത്തിന് മെസ്സിൽ പണം കൊടുക്കുകയുമില്ല. 70കളുടെ തുടക്കം ബംഗാളിലെ അശാന്തിയുടെ നാളുകളിലായിരുന്നു. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ ഗുണ്ടകൾ പാർട്ടി ഭേദമന്യേ ഏറ്റുമുട്ടി. കവർച്ചയും പാർട്ടികളുടെ പകപോക്കലുമായിരുന്നു പ്രധാന ലക്ഷ്യം. കല്ലും കൈബോംബുമായി അവർ തെരുവുകളിൽ തിമർത്താടി. കൽക്കത്തയുടെ തെരുവുകളിൽ മനുഷ്യരക്തമൊഴുകി. സാമൂഹ്യ ജീവിതം വഴിമുട്ടി നിന്ന ദുരവസ്ഥയിൽ പശ്ചിമ ബംഗാൾ പൊതു തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയായിരുന്നു. 1971 ദുർഗാപൂജയ്ക്ക് കൽക്കട്ട ഒരുങ്ങുന്ന ദിനങ്ങൾ. ചെത്തലയിലെ ശ്രുതിസംഘ ദുർഗാപൂജ പന്തൽ കമ്മിറ്റിക്കാരിൽ കൂടുതലും കാലിഘട്ടിലെ യുവ കോൺഗ്രസ് പ്രവർത്തകരാണ്. ഒരു ഞായറാഴ്ച ദിവസം രാവിലെ പൂജാപിരിവിൻ്റെ രസീത് ബുക്കുമായി ശ്രുതിസംഘ ക്ലബ്ബുകാർ ഞങ്ങളുടെ മെസ്സിനകത്തു കയറി. ബംഗാളി ശരിക്ക് സംസാരിക്കാൻ അറിയാത്ത മലയാളി താമസക്കാരെ പേടിപ്പിച്ച് ഗുണ്ടാപിരിവ് തുടങ്ങി. ജോലിയില്ലാത്ത പലരുടെയും പേരിൽ അവർക്ക് താങ്ങാൻ പറ്റാത്ത വലിയ തുകകളുടെ രസീതുകൾ മുറിച്ചു. ഞാനും മോഹനും ഗോപിയും അവരോട് ചെറുത്തുനിന്നു. പിന്നെ അടിയും ബഹളവുമായി. എല്ലാ മുറികളിലും കയറി താമസക്കാരെ മർദ്ദിച്ചു. ഏറ്റവും അധികം മർദ്ദനമേറ്റത് എനിക്കും മോഹനും ഗോപിക്കുമായിരുന്നു. താമസക്കാരിൽ ഏറ്റവും പ്രായമുള്ള ആൻഡമാൻ നായർ എന്ന് വിളിപ്പേരുള്ള ദിവാകരേട്ടൻ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. ദിവാകരേട്ടനെ കട്ടിലിൽ നിന്നും വലിച്ചു താഴെയിട്ടപ്പോൾ മോഹൻ മുറിയിലുണ്ടായിരുന്ന ഇരുമ്പ് കസേരയെടുത്ത് ഗുണ്ടാ നേതാവിൻ്റെ തലയ്ക്കടിച്ചു. തല പൊട്ടി രക്തമൊഴുകിയ അയാളെയും കൊണ്ട് ഗുണ്ടാപ്പട മെസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. ഈ സമയമെല്ലാം മെസ്സിൻ്റെ ഉടമസ്ഥൻ ഗോപാലൻ സൗകര്യപൂർവ്വം ലേക്ക് മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ പോയിരുന്നു. അന്ന് രാത്രി ഗോപാലൻ ഞങ്ങളുടെ മുറിയിൽ വന്ന് അയാൾ അറിഞ്ഞ വിവരം പറഞ്ഞു. നേരം വെളുക്കുമ്പോൾ തയ്യാറെടുപ്പുകളോടുകൂടി മെസ്സിൽ ക്ലബ്ബുകാരെത്തുമെന്നും ഞാനും മോഹനും ഗോപിയുമാണ് അവരുടെ ലക്ഷ്യമെന്നും. നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ 3 പേരും പെട്ടികളുമെടുത്ത് ഗോപാലൻ വിളിച്ചു തന്ന ഒരു സർദാറിൻ്റെ ടാക്സിയിൽ ടോളിഗഞ്ച് ന്യൂ ആലിപ്പൂർ വഴി കുറേ കാലം മോഹൻ കുടുംബവുമായി താമസിച്ച് പരിചയമുള്ള ബഹാല എന്ന പ്രാന്തപ്രദേശത്തേക്ക് യാത്ര തിരിച്ചു. ബഹാല അന്ന് വിജനമാണ്. ട്രാം ഡെപ്പോയും കാളി ടേബിളും ഡയമണ്ട് ഹാർബർ റോഡിനു നടുവിൽ. വീടന്വേഷണം എവിടെ തുടങ്ങണമെന്നറിയാതെ ഞങ്ങൾ മുന്നോട്ട് പോയി ബഹാല ചൗരാസ്തയിലെത്തി. വിവേകാനന്ദ കോളേജ്, ബാരിഷ ഹൈസ്കൂൾ, ഒരു അർബൻ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, മിലൻ മന്ദിർ സ്പോർട്സ് ക്ലബ്ബ്, തപൻത എന്ന് വിളിക്കുന്ന തപൻ ചൗധരിയുടെ മിഷ്ടിക്കട, നിതായിയും അവൻ്റെ പെങ്ങൾ ബാദൂളും നടത്തുന്ന പഴക്കട, ബിരൺ റോയ് റോഡ് ഈസ്റ്റിൽ രത്തൻ്റെയും സെന്നിൻ്റെയും പലചരക്ക് കടകൾ, വഴിയോരത്തുള്ള അന്തിച്ചന്ത, പട്ടേലിൻ്റെ തടിമില്ല്, എതിർവശത്തെ ബാറ്റ കോളനിയിൽ കൊച്ചു കൊച്ചു വീടുകൾ. ഇതൊക്കെയായിരുന്നു അന്നത്തെ ചൗരാസ്ത ടൗൺഷിപ്പ്. പിന്നെയും കിഴക്കോട്ട് പോയാൽ കുറുക്കൻ കൂവുന്ന ശബ്ദം പകലും കേൾക്കാമായിരുന്നു. ബിരൺ റോയി റോഡ് വെസ്റ്റിൽ ഡോക്ടർ TK ബസുവിൻ്റെ അലോപ്പതി ക്ലിനിക്കിൻ്റെ എതിർവശത്തുള്ള പാടത്തിനരികിൽ പൂട്ടിക്കിടന്ന ഇന്ത്യ ഫാൻ ഫാക്ടറിയുടെ പിറകിലായി ഞങ്ങൾ ഒരു വീട് കണ്ടുപിടിച്ചു. 3 മുറികളും അടുക്കളയും മറ്റു സൗകര്യമുള്ള ഒരു വീട്. മാസം 50 രൂപ വാടക. ഞങ്ങൾ 3 പേരും അവിടെ താമസമാക്കി. തുടർന്ന് നാട്ടിൽ പ്രസവത്തിന് പോയ ഭാര്യ ആലീസിനെയും മക്കളെയും മോഹൻ കൊണ്ടുവന്നു. മൂത്ത മോൻ ഉണ്ണിക്ക് 2 വയസ്സ്. ഇളയ മോൻ കൈക്കുഞ്ഞായ കൊച്ചുണ്ണിക്ക് 6 മാസം. വീട് മോഹന് വിട്ടുകൊടുത്ത് ഞാനും ഗോപിയും ബാറ്റ കോളനിയിലുള്ള മറ്റൊരു ചെറിയ വീട്ടിലേക്ക് മാറി. മോഹനും കുടുംബവും മലയാളികളില്ലാത്ത സ്ഥലത്ത് ഒറ്റപ്പെട്ടപ്പോൾ ഏറെ താമസിയാതെ തന്നെ ബാറ്റ കോളനിയിൽ ഞങ്ങളോടൊപ്പം ചേർന്നു. അന്ന് 7 മലയാളി കുടുംബങ്ങളുണ്ടായിരുന്ന ബാറ്റ കോളനിയിൽ 8ാമത്തെ കുടുംബമായി മോഹനനും കൂടി. അവരുടെ സൗകര്യം കണക്കാക്കി ഞാനും ഗോപിയും എതിർവശത്തുള്ള മറ്റൊരു വീട്ടിലെ ഒറ്റമുറിയിലേക്ക് മാറിക്കൊടുത്തു. എങ്കിലും മിക്ക വൈകുന്നേരങ്ങളിലും ഞങ്ങൾ മോഹൻ കുടുംബത്തിലെ സന്ദർശകരായിരുന്നു. മിക്കവാറും ഞങ്ങളുടെ അത്താഴവും അവിടുന്ന് തന്നെ. മോഹനും ആലീസും 2 മതവിഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നുവെങ്കിലും ഒരു പൊരുത്തക്കേടുകളും അവരുടെ ജീവിതത്തിൽ ദൃശ്യമായിരുന്നില്ല. 1972 ജൂലൈ 8 മോഹൻ്റെ 30ാം ജന്മദിനം.
ഞാൻ രാവിലെ മുറി പൂട്ടി ഓഫീസിൽ പോകാൻ ഇറങ്ങിയപ്പോൾ ആലിസ് ചേച്ചി അവരുടെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ കൊച്ചുണ്ണിക്ക് ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. ഞാൻ കേൾക്കാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇതിലെ വന്നാൽ 2 ദോശ കഴിച്ചിട്ട് പോകാം. വേണ്ട ചേച്ചി, എനിക്കിന്ന് നേരത്തെ പോകണം. പോകുന്ന വഴിക്ക് വല്ലതും കഴിച്ചോളാം. എടാ, ഇന്ന് മോഹൻ്റെ പിറന്നാളാ. ഗോപിയോടും പറഞ്ഞേരെ, നിങ്ങൾ നേരത്തെ വന്നേക്കണം. ശരി ചേച്ചി. അന്ന് വൈകുന്നേരം ഞാനും ഗോപിയും മോഹൻ്റെ വീട്ടിലെത്തി. മോഹനും നേരത്തെ എത്തിയിരുന്നു. ചെറിയ ഒരു അത്താഴ സദ്യ, പിന്നെ പിറന്നാൾ പായസം. ഇതിനിടെ പുറത്ത് റോഡിൽ നിന്നും അടുത്ത വീട്ടിലെ എക്സ് മിലിറ്ററി ഗംഗാധരൻ മോഹനെ വിളിച്ചു. മോഹൻ ഉടനെ പുറത്തേക്ക് പോകുകയും ചെയ്തു. ആലിസ് ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഒന്നും മിണ്ടാതെ കുഞ്ഞുങ്ങളെ ഉറക്കാൻ ചേച്ചി റൂമിലേക്ക് പോയി. ഗംഗാധരന് ലിക്വർ കോട്ട കിട്ടിയ ദിവസമായിരുന്നു അന്ന്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം മോഹൻ ഇനി താമസിച്ചേ വരികയുള്ളൂ എന്ന്. ഞാനും ഗോപിയും കുറെ കൂടി വരാന്തയിൽ സംസാരിച്ചിരുന്നു. ഇതിനിടയിൽ ആലിസ് ചേച്ചി മുറ്റത്തിറങ്ങി ഗംഗാധരൻ്റെ വീട്ടിലേക്ക് കുറേ നേരം നോക്കി നിന്നിട്ട് തിരിച്ചു കയറിപ്പോയി. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വെളിയിലേക്കിറങ്ങി. ഞാൻ ഗോപിയോട് പറഞ്ഞു, എടാ, കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് തപൻതായുടെ ഓരോ ചട്ടി ചായ കുടിച്ചാലോ? ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം. ചൗരസ്തയിൽ എത്തിയപ്പോൾ നല്ല തിരക്ക്. സ്വകാര്യ വാഹനങ്ങളും ടാക്സികളും പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വന്നും പോയും ഇരുന്നു. കൂടുതലും VIP-കൾ. സാധാരണ ആ സമയം ചൗരാസ്ത വിജനമാകേണ്ടതാണ്. തിരക്കിൻ്റെ കാരണം തപൻതായുടെ കടയിൽ ചായ കുടിക്കുമ്പോഴറിഞ്ഞു. കൽക്കത്തയിലെ പ്രിന്റിംഗ് വ്യവസായ പ്രമുഖനും ചൗരാസ്ത നിവാസിയുമായ ചാന്ദിദാസ് ഗംഗോപാധ്യായയ്ക്ക് രണ്ടാമതൊരു ആൺകുഞ്ഞ് ജനിച്ചതിൻ്റെ ആഘോഷ വിരുന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിലും തൻ്റെ നിയന്ത്രണത്തിലുള്ള മിലൻ മന്ദിർ സ്പോർട്സ് ക്ലബിലും നടക്കുന്നതുകൊണ്ടാണ്. ചായ കുടി കഴിഞ്ഞ് തിരക്കിലൂടെ തിരിച്ചു പോരുമ്പോൾ എനിക്കോ ഗോപിക്കോ മറ്റാർക്കും അറിയില്ലായിരുന്നു ചാന്ദിദാസ് ഗംഗോപാധ്യായ എന്ന വ്യവസായ പ്രമുഖന് അന്ന് ജനിച്ച കുഞ്ഞ് പിൽക്കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഇതിഹാസ നായകനായി ഉയർന്ന സൗരവ് ഗാംഗുലിയായിരുന്നു എന്ന്. ഞങ്ങൾ തിരിച്ചു നടന്ന് ബാറ്റ കോളനിയുടെ ഇടവഴിയിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾ കേട്ടു മോഹൻ്റെ വീട്ടിൽ നിന്നും കൂട്ട നിലവിളി. അടുത്ത വീടുകളിലെ ആളുകളെല്ലാം മോഹൻ്റെ വീട്ടിലേക്ക് ഓടുന്നു. ഞങ്ങൾ മോഹൻ്റെ വീട്ടിലെ മുറ്റത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച, ആലിസ് ചേച്ചി ഒരു തീപ്പന്തമായി നിന്ന് കത്തി വരാന്തയിലേക്ക് കമിഴ്ന്ന് വീഴുന്നതാണ്. ഇതിനിടെ ആരോ ഫയർ എഞ്ചിന് ഫോൺ ചെയ്തു. ഞങ്ങൾ കുറേ വെള്ളമെടുത്ത് ചേച്ചിയുടെ ദേഹത്തൊഴിച്ച് ആളിക്കത്തുന്ന തീ കെടുത്തി. ഞാൻ മുറിയിലേക്ക് കയറിയപ്പോൾ കണ്ടത് കുഞ്ഞുങ്ങൾ കിടന്ന കട്ടിലിനും കൊതുകു വലയ്ക്കും തീ പിടിച്ചത് കെടുത്താൻ മോഹൻ ശ്രമിക്കുന്നതാണ്. ചേച്ചി വെപ്രാളത്തിൽ മുറിയിലൂടെ ഓടിയപ്പോൾ കട്ടിലിനും തീ പിടിച്ചിട്ടുണ്ടാകാം. മോഹൻ്റെ കയ്യിലും പൊള്ളലേറ്റിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയും മോഹനെയും ആരോ അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇതിനിടെ ഗോപി ഒരു ടാക്സി വിളിച്ചു കൊണ്ടുവന്നു. ഞാനും അവനും അയൽപ്പക്കത്തെ സമീർ ഘോഷും കൂടി ചേച്ചിയെ എടുത്ത് ടാക്സിയിലിരുത്തി നേരെ വിട്ട് PG ഹോസ്പിറ്റൽ എന്ന SSKM ഹോസ്പിറ്റലിലേക്ക്. 75% പൊള്ളലോടെ ആലിസ് ചേച്ചിയെ ഹോസ്പിറ്റലിലെ അടിയന്തര വിഭാഗത്തെ പ്രവേശിപ്പിച്ചു. ഞാനും ഗോപിയും പുറത്തു കാവലിരുന്നു. കുഞ്ഞുങ്ങൾ അയൽപ്പക്കത്തെ സതിച്ചേച്ചിയുടെ സംരക്ഷണയിലായിരുന്നു. മോഹനെ ആരോ ചൗരസ്തയിലെ ഡോക്ടർ TK ബസുവിൻ്റെ ക്ലിനിക്കിൽ കൊണ്ടുപോയി കൈക്കേറ്റ പൊള്ളലിന് ഡ്രസ്സ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നിരുന്നു. ഞാൻ അവധിയെടുത്ത് ഗോപിയോടൊപ്പം ആശുപത്രിയിൽ നിന്നു. ഞങ്ങൾ ആശുപത്രി വരാന്തയിൽ കിടപ്പ്. കൊതുകുകൾ കൂട്ടമായി വന്ന് ആക്രമിക്കുന്നതുകൊണ്ട് ഉറക്കം അസാധ്യമായിരുന്നു. 7 ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും ചേച്ചിയുടെ നില വഷളായിക്കൊണ്ടിരുന്നു. ഒരു മലയാളി നേഴ്സ് പുറത്തു വന്ന് പറഞ്ഞു, ഇനി അധിക ദിവസം പേഷ്യൻ്റ് ജീവിക്കില്ല. ശരീരം മുഴുവൻ വെന്തിരിക്കുകയാണ്. മൂത്രം രക്തത്തുള്ളികളായിട്ടാണ് പോകുന്നത്. ഒരാൾക്ക് വേണമെങ്കിൽ കയറി കാണാം. ഞാൻ അകത്തു കയറി. ആലിസ് ചേച്ചി എന്നെ കണ്ടപ്പോൾ വിങ്ങി പൊട്ടി കരയാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ചേച്ചി എന്നോട് നെറ്റി തടവി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. ഞാൻ നെറ്റിയിൽ തൊട്ടപ്പോൾ പാറക്കല്ലിൽ തൊടുന്നത് പോലെ ചേച്ചി ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി, എടാ, ഞാൻ പാപിയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഓർക്കണമായിരുന്നു. മോഹൻ വരാൻ താമസിച്ച മുൻകോപത്തിന് ഞാൻ മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് തീ കൊളുത്തി എന്നെ തന്നെ ഇല്ലാതാക്കുകയായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ. മോഹനെ ഒന്ന്
പിന്നെ വാക്കുകളൊന്നും വന്നില്ല. നേഴ്സ് പറഞ്ഞു, പേഷ്യൻറ്റിൻ്റെ ഭർത്താവിനെ കൊണ്ടുവന്ന് കാണിച്ചുകൊള്ളൂ, പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ. ഗോപിയെ ടാക്സിയിൽ പറഞ്ഞയച്ച് മോഹനെ 1 മണിക്കൂറിനകം ആശുപത്രിയിൽ എത്തിച്ചു. നേഴ്സ് വന്ന മോഹനെ അകത്തേക്ക് കൊണ്ടുപോയി. 10 മിനിറ്റ് കഴിഞ്ഞ് മോഹൻ പുറത്തിറങ്ങി. മിനിറ്റുകൾക്ക് ശേഷം നേഴ്സും പുറത്തു വന്ന് എന്നോട് പറഞ്ഞു, പേഷ്യൻ്റ് മരിച്ചു. ബോഡി അന്ന് വൈകുന്നേരം മോമിൻപൂർ സർക്കാർ മോർച്ചറിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. പിറ്റേ ദിവസം അതിരാവിലെ 4 മണിക്ക് ഞാനും ഗോപിയും മോമിൻപൂർ മോർച്ചറിയിലെത്തി. 7 മണിക്ക് ഡോക്ടർ എത്തിയപ്പോൾ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം ഒരു VIP-യുടേതായിരുന്നു. സിദ്ധാർത്ഥ ശങ്കർ റേയുടെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റിട്ട് മാസങ്ങളെ ആയിരുന്നുള്ളൂ. മാർക്സിസ്റ്റ് കോൺഗ്രസ് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കൽക്കത്തയിലെ ജനജീവിതത്തെ വീണ്ടും ദുരിതപൂർണമാക്കി. കൽക്കട്ട മുനിസിപ്പൽ കോർപ്പറേഷൻ ബഹാല ഡിവിഷൻ 98-ാം വാർഡ് കൗൺസിലർ CPMൻ്റെ രൂപേഷ് ഗുഹയെ 4 ദിവസം മുൻപ് ബഹാലയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം തലേ ദിവസം രാവിലെ മജർഹാട്ട് പാലത്തിനടിയിൽ നിന്നും കിട്ടി. കൗൺസിലറുടേതു കഴിഞ്ഞിട്ടേ ചേച്ചിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് എടുക്കുകയുള്ളൂ. എല്ലാം കഴിഞ്ഞു കിട്ടുമ്പോൾ ബോഡി മൂടുവാൻ കുറേ കോടി തുണി വാങ്ങാൻ ഞാൻ ഗോപിയെ കിതൻപൂർ മാർക്കറ്റിലേക്ക് അയച്ചു. രാവിലെ 10 മണിയോടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടി. പോസ്റ്റ്മോർട്ടം ഹാളിന് പുറത്ത് കുറേ സന്താൾ ആദിവാസികൾ മുളം കട്ടിലുകൾ വിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊന്ന് വാങ്ങി ബോഡി കട്ടിലിൽ കിടത്തി കോടി തുണി പുതപ്പിച്ചു. അപ്പോഴേക്കും ചൗരസ്തയിൽ നിന്നും പ്രഭാകരൻ നമ്പ്യാരും ബാറ്റായിലെ ചന്ദ്രനും ഓട്ടോ ഇന്ത്യയിലെ ശേഖറും എത്തി. ഞങ്ങൾ 4 പേരും കട്ടിൽ പൊക്കിയെടുത്തു. ഗോപി മുന്നിൽ നടന്നു. ഞങ്ങൾ മൃതദേഹവുമായി അവൻ്റെ പിന്നാലെ കിയോർത്തല ഘട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ പിന്നിൽ നിന്നും മുളങ്കട്ടിൽ കച്ചവടക്കാരനായ സന്താൾ ആദിവാസികൾ ഞങ്ങൾക്ക് വേണ്ടിയാകണം ബോലോ ഹരി വിളിക്കുന്നത് കേൾക്കാമായിരുന്നു. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ച് വൈകുന്നേരത്തോടെ ഞങ്ങൾ മോഹൻ്റെ വീട്ടിലെത്തി. അവിടെ മോഹൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ മലയാളികളുടെ തിരക്ക്. അനുശോചനം അറിയിക്കാൻ വന്നു പോകുന്നവരാണ്. ആശുപത്രിയിൽ ആലീസ് എന്ന സ്ത്രീ സഹിക്കാൻ വയ്യാത്ത വേദനയുമായി മരണം കാത്ത് 8 ദിവസം കിടന്നപ്പോൾ ഈ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ആരെയും അവിടെ കണ്ടില്ല. ഞാനും ശേഖറും ഗോപിയും ഗേറ്റിനോട് ചേർന്ന മതിലിനു മുകളിൽ കുറേ സമയം ഇരുന്നു. ഞാൻ ഗോപിയോടായി പറഞ്ഞു, സംഭവം നടന്ന അന്ന് നമ്മൾ തപൻതായുടെ ചായ കുടിക്കാൻ പോയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആലിസ് ചേച്ചി നമ്മളോടൊപ്പം കാണുമായിരുന്നു. നമ്മൾ മോഹൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പിണക്കമോ വഴക്കോ അവിടെ ഉണ്ടാകുമായിരുന്നില്ല. ശേഖർ പറഞ്ഞു, വിധിയാണ്, അനുഭവിച്ചല്ലേ പറ്റൂ. ഗോപി അപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ അല്പം മുമ്പുണ്ടായ ചില കേട്ടാലറയ്ക്കുന്ന വർത്തമാനങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇവർക്ക് 2 പേർക്കും, എന്നെയും ഗോപിയെയുമാണ് ഉദ്ദേശിച്ചത്. എന്തോ നിന്റെ സൂക്കേടായിരുന്നു. വല്ല പെണ്ണും തീ കൊളുത്തി ചാകാൻ തുടങ്ങിയതിന് രണ്ടും ആശുപത്രിയിൽ സ്ഥിര താമസമായിരുന്നു. അപ്പോൾ എക്സ് മിലിറ്ററിയുടെ മറുപടി, അതിനൊക്കെ കാരണങ്ങൾ വേറെയാ. അവർക്ക് ആലീസ് വല്ല പെണ്ണൊന്നും അല്ലായിരുന്നല്ലോ. അതൊന്നും ഇപ്പോൾ പറയാൻ കൊള്ളില്ല. ഇത് കേട്ടതോടെ ശേഖർ മതിലിൽ നിന്നും ചാടിയിറങ്ങി. ഞാൻ അവനെ വട്ടമിട്ട് പിടിച്ചു. വേണ്ടടാ, ഇതൊരു മരണ വീടാണ്. ഇതുവരെ നമ്മൾ ശരിയാണ്. ഇനി തെറ്റുകാരാകണ്ട. ശേഖർ ഒന്നടങ്ങി അവൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നീട് ശേഖറിനെ ഒരു മലയാളി കൂട്ടങ്ങളിലും കണ്ടിട്ടില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം മോഹനെയും കുഞ്ഞുങ്ങളെയും അവൻ്റെ ചില ബന്ധുക്കൾ ദക്ഷിണ കൽക്കട്ടയിലെ ബാലിഗഞ്ചിലേക്ക് കൊണ്ടുപോയി. 1 മാസം കഴിഞ്ഞ് മോഹൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ എൻ്റെ വിവാഹമാണ്, രാവിലെ 9 മണിക്ക് കാളിഘട്ട് അമ്പലത്തിൽ വച്ച് നീ വരണം. നോക്കട്ടെ. ഞാൻ ഫോൺ വെച്ചു. അവൻ്റെ 2ാം വിവാഹത്തിന് ഞാൻ പോയില്ല. എന്തോ പോകാൻ തോന്നിയില്ല. ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും മാസങ്ങൾ ആണ്ടുകളായും ആണ്ടുകൾ പതിറ്റാണ്ടുകളായും കടന്നുപോയി. കാലം എപ്പോഴും ഒരു ഭിഷഗ്വരനായി നമ്മുടെ ഹൃദയഭിത്തികളിലേറ്റ മുറിവുകൾ ഉണക്കിക്കൊണ്ടിരിക്കും, നമ്മളറിയാതെ, ആരെയും അറിയിക്കാതെ. ഞാൻ മയക്കത്തിൽ നിന്നും ഉണർന്നപ്പോൾ ഞങ്ങളുടെ വിമാനം ഡൽഹിയുടെ ആകാശത്ത് താണു പറന്ന് ലാൻഡിങ്ങിന് ഒരുങ്ങുകയായിരുന്നു. വിമാനം ഡൽഹി ഇന്ദിരാഗാന്ധി അന്തർദേശീയ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തപ്പോൾ ഞാൻ പ്രദീപ് രാജിനോട് യാത്ര പറഞ്ഞ് പിരിയാൻ നേരം അദ്ദേഹം പറഞ്ഞു, അടുത്ത ഞായറാഴ്ച അങ്കിൾ കൊൽക്കത്തയിലെ ഞങ്ങളുടെ വീട്ടിൽ വരണം. അന്നാണ് ഞങ്ങളുടെ അമ്മയുടെ സപ്തതി.
അന്ന് അച്ഛൻ്റെ സുഹൃത്തായ അങ്കിളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഞാൻ അന്ന് കൊൽക്കത്തയിലുണ്ടാകും. തീർച്ചയായും ഞാൻ എത്തും. അപ്പോൾ തന്നെ പ്രദീപ് അവരുടെ കൽക്കത്ത അഡ്രസ്സ് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു. പിന്നെ ഒരു കാര്യം കൂടി അങ്കിൾ, നമ്മൾ പരിചയപ്പെട്ട കാര്യം ഞാൻ അച്ഛനോട് പറയില്ല. അങ്കിൾ വരുന്നത് അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ഞാൻ ചിരിച്ചുകൊണ്ട് പ്രദീപിൻ്റെ തോളിൽ തട്ടി നടന്നകന്നു. ഉടനെയുള്ള എൻ്റെ കൊൽക്കത്ത ഫ്ലൈറ്റ് പിടിക്കാൻ. പറഞ്ഞുറപ്പിച്ചതനുസരിച്ച് ഞായറാഴ്ച രാവിലെ 10 മണിയോടെ ഞാൻ കൊൽക്കത്ത സോൾട്ട് ലേക്ക് സിറ്റി സെക്ടർ 2-ലെ മോഹൻ്റെ വീട്ടിലെത്തി. ഞാൻ വരുന്ന രഹസ്യം സൂക്ഷിക്കാൻ പ്രദീപിനായില്ല. എന്നെ പരിചയപ്പെട്ട വിവരം അവൻ നേരത്തെ തന്നെ മോഹനോട് പറഞ്ഞിരുന്നു. എന്നെ വരവേൽക്കാൻ മോഹൻ, ഭാര്യ ശ്രീലക്ഷ്മി, മക്കൾ പ്രകാശ് രാജ്, പ്രദീപ് രാജ്, ശ്രീപ്രിയ, അവരുടെ കുടുംബാംഗങ്ങൾ, പിന്നെ അടുത്ത കുറേ സുഹൃത്തുക്കൾ എല്ലാം പൂമുഖത്തുണ്ടായിരുന്നു. ഞാനും മോഹനും കുറേ നിമിഷങ്ങൾ വെറുതെ നോക്കി നിന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശോഭിച്ച കടലിൻ്റെ തിരയിളക്കം എനിക്ക് അവൻ്റെ കണ്ണുകളിൽ ദർശിക്കാൻ കഴിഞ്ഞു. എന്നിട്ട് അവൻ എന്നെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിന്നു. സപ്തതി ആഘോഷങ്ങളിൽ ഞാനും അവരോടൊപ്പം സജീവമായി പങ്കെടുത്തു. തിരിച്ചു പോരാൻ നേരം ശ്രീലക്ഷ്മി അമ്മയുടെ മുൻപിൽ ഞാൻ കൈകൾ കൂപ്പി. പോയകാല ദുരന്തങ്ങൾ മക്കളെ അറിയിക്കാതെ അവരെ ഒരുപോലെ കണ്ടു വളർത്തി വലുതാക്കിയ ഉണ്ണിക്കും കൊച്ചുണ്ണിക്കും പുതിയ പേരുകൾ നൽകി പെറ്റില്ലെങ്കിലും പെറ്റമ്മയാകാൻ കഴിയുമെന്ന് തെളിയിച്ച, വല്ലപ്പോഴും വന്നു വീണ് ഭൂമിയെ ധന്യമാക്കുന്ന ആ പുണ്യത്തെ ഞാൻ ഹൃദയപൂർവ്വം നമിച്ചു. എൻ്റെ കാർ മുന്നോട്ടെടുത്തപ്പോൾ മോഹൻ കൈവീശി യാത്ര പറഞ്ഞു. അപ്പോൾ അവൻ്റെ വലതു കൈയിലെ